എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. കൂടെ സാമ്പാർ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം പച്ചക്കറികൾ എടുത്ത് വയ്ക്കണം. മത്തങ്ങ, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, തക്കാളി, വെണ്ടക്ക, മുരിങ്ങയ്ക്ക, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ പച്ചക്കായും വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക കൂടിയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. കുമ്പളങ്ങ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ അടുത്ത് ഉള്ളതനുസരിച്ച് എടുത്ത് വയ്ക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും മുരിങ്ങയ്ക്കയും വെളിച്ചെണ്ണയിൽ വഴറ്റിയാണ് ചേർക്കുന്നത്. ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം പരിപ്പിൻ്റെ കൂടെ വേവിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം വേവിക്കാനുള്ള കഷ്ണങ്ങൾ ചെറുതായി മുറിച്ച് കഴുകിയതിന് ശേഷം എടുത്ത് വയ്ക്കാം. 1 കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും മുരിങ്ങയ്ക്കയും കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ ഈ കഷ്ണങ്ങൾ ഒഴിച്ച് എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഈ ഒരു പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. ഇനി പരിപ്പ് മാത്രമായിട്ടും വേവിക്കാം. പരിപ്പിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം വേവിച്ചതിന് ശേഷം 2 വിസിലടിച്ചിട്ട് അത് മുഴുവൻ പ്രഷറും പോയതിന് ശേഷം ഈ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തും വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. കഷ്ണങ്ങളും പരിപ്പും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2-3 ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് പരിപ്പും കഷ്ണങ്ങളും വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അടിക്കുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാർ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഒന്ന് കുറച്ചതിന് ശേഷം 2-3 ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. കായപ്പൊടി സാമ്പാർ പൊടിയിൽ ചേർക്കാതിരിക്കുന്നത് നല്ലത്. ഇതുപോലെ കട്ടിക്കായം വറുത്തെടുത്ത് ചേർത്ത് സാമ്പാർ പൊടി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. ചെറിയ തീയിലിട്ട് കായം വറുത്തെടുക്കണം. ഒരുപാട് തീ കൂട്ടിയിട്ടാൽ കായം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കായത്തിൻ്റെ എല്ലാ സൈഡും നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ വറുത്ത് കിട്ടണം. കായം വറുത്ത് വരുന്തോറും അത് നമുക്ക് 2ആക്കി ഇതുപോലെ സ്പാറ്റില യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി കായം വറുത്ത് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 10 ഗ്രാം കായമാണ് വറുത്തെടുത്തിട്ടുള്ളത്. കായം വറുത്തെടുത്ത അതേ വെളിച്ചെണ്ണയിലേക്ക് 1 കപ്പ് മല്ലി ചേർത്ത് കൊടുക്കാം. മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ക്വാളിറ്റി മല്ലി എടുക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് കഴുകി ഉണക്കിയെടുത്ത മല്ലി ചേർക്കുന്നതായിരിക്കും നല്ലത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് മല്ലി വറുത്തെടുക്കുക. ഒരു 3 മിനിറ്റ് വരെയൊക്കെ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മല്ലി ഏതാണ്ട് തയ്യാറായി കിട്ടും. മല്ലി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഇവിടെ എടുത്തിട്ടുള്ളത് കശ്മീരി വറ്റൽമുളകാണ്. എരിവ് കുറഞ്ഞിട്ട് അത്യാവശ്യം കളറുള്ള മുളകാണ്. ഇതിന് പകരം സാധാരണ എരിവുള്ള മുളകും എടുക്കാം. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 20-22 എണ്ണം ഉണ്ട്. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നിങ്ങൾ എടുക്കുന്നത് എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഇത്രയും എണ്ണം എടുക്കരുത്, എരിവ് കൂടുതലായി പോവും. ഇത് കശ്മീരി മുളക് ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് എടുക്കുന്നവർ ഒരു 10 മുതൽ 12 എണ്ണം മാത്രം എടുക്കുക. ഏകദേശം ഒരളവ് കറക്റ്റായിരിക്കും. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ
ഉണക്കലരി അല്ലെങ്കിൽ പൊടിയരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരി ഇല്ലെങ്കിൽ സാധാരണ വൈറ്റ് റൈസോ അല്ലെങ്കിൽ മട്ട അരിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിൽ വെച്ച് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വറുത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3-4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. പാകമായോ എന്ന് അറിയുന്നത് കറിവേപ്പില എടുത്ത് കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ കറിവേപ്പില ഞെരിഞ്ഞു പോകുന്നതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ അതാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസും പാകമായോ എന്ന് അറിയാനുള്ള ഒരു വഴി. ഇത് വറുത്തെടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കരിഞ്ഞു പോകും. ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള കായം കൂടി ചേർത്തിട്ടാണ് സാമ്പാർ പൊടി പൊടിച്ചെടുക്കുന്നത്. അതുകൂടി ചേർത്ത് ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഈ ഒരു സാമ്പാർ പൊടി നമുക്ക് ഒരുപാട് ദിവസം പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്രിഡ്ജിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു 1 മാസം വരെയൊക്കെ ഇരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊരു ഒരാഴ്ച കൂടുതൽ ഈ സാമ്പാർ പൊടി ഇരിക്കില്ല, കേടായിപ്പോവും. സാമ്പാർ പൊടി എപ്പോഴും പൊടിക്കുമ്പോൾ ഒട്ടും ജലാംശമില്ലാത്ത മിക്സിയുടെ ജാറാണെന്ന് ഉറപ്പ് വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ പൊടി വളരെ പെട്ടെന്ന് തന്നെ ചീത്തായിപ്പോവും. നന്നായി ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഈ സാമ്പാർ പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. സാമ്പാറിനൊക്കെ വേണ്ടി ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ തന്നെ മതിയാവും. ഒരു 5-6 പേർക്ക് സെർവ് ചെയ്യാൻ ഉണ്ടാക്കുന്ന സാമ്പാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി മാത്രമാണ് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ളത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. കഷ്ണങ്ങൾ വെന്ത് വന്നതിന് ശേഷം സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെണ്ടക്ക, മുരിങ്ങയ്ക്ക, തക്കാളി, വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക 2 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിലിട്ട് തന്നെ ഈ കഷ്ണങ്ങൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മുതൽ 4 മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിലേക്ക് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 2 കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ കുതിർത്തി വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാറിൻ്റെ ഗ്രേവി എത്രയാണോ അതനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ എക്സ്ട്രാ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വരാറാവുമ്പോഴേക്കും ഇതിലേക്ക് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്.
സാമ്പാർ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് ആവശ്യമായിട്ടുള്ള ഗ്രേവി വരെ വറ്റി വരുന്നത് വരെ ആയാൽ സാമ്പാർ തയ്യാറായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം എന്നുള്ളവർക്ക് താളിച്ചൊഴിക്കാം. ഞാനിവിടെ പൊതുവേ താളിച്ചൊഴിക്കാറില്ല. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരമൊന്നും സാമ്പാറിന് ഉണ്ടാവില്ല. 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയി കിട്ടും. നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തയ്യാറാവും. പരിപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കുറുകുന്ന ഒന്നായിരിക്കും സാമ്പാർ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക തിളച്ചതിന് ശേഷം. അപ്പോഴേക്കും ആവശ്യത്തിന് നന്നായി കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇനി മുരിങ്ങക്കയും തക്കാളിയൊക്കെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് ആവശ്യത്തിന് വേവുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പൊടിയും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാർ തയ്യാറാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ചോറിൻ്റെ കൂടെയും സദ്യയുടെ കൂടെയും അതുപോലെ ഇഡ്ഡലിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു സാമ്പാർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും നല്ല ഈസി ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.